പ്രിയ സ്നേഹിതരെ, ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ച തിരുവചനം യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 37-ാമത്തെ തിരുവചന ഭാഗമാണ്. ആ വചനഭാഗം ഇതാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമുക്ക് ആ വചനം ഒന്നുകൂടി ധ്യാനിക്കാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. അത് സാമ്പത്തികമാകാം, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള അസ്വസ്ഥതകളാകാം, രോഗാവസ്ഥയാകാം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല രീതിയിലാണ് ആൾക്കാർ അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ തങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേട്ടയാടുമ്പോൾ അവർ ലഹരിയിൽ അഭയം കണ്ടെത്തുന്നു. ഇതാണ് ഞങ്ങൾക്കുള്ള ഒരു മോചനം എന്ന് അവർ അത് വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ അവർ മനുഷ്യരെ ആശ്രയിക്കുന്നു, അവർ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കുന്നു. ശാശ്വതമായ പരിഹാരം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നേറുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഇവിടെ ശരിയായ തീരുമാനം നമ്മളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യാശയോടുകൂടി പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ചോദിച്ചേക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുന്നില്ല? ഇവിടെ ഒരു ഉത്തരമേ അതിന് പറയുവാനായിട്ടുള്ളൂ. കാരണം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ യോഗ്യരാകണം. അതെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് യോഗ്യരാകുന്നത്? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ ശിഷ്യന്മാർ. അവർക്കാണ് സ്വർഗരാജ്യമുള്ളത്, അവർക്കാണ് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ എന്താണ് പിതാവിൻ്റെ ഹിതം? നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടും നമ്മൾക്ക് ഒരു സന്ദേശം തന്നിട്ടില്ലേ? കൽപ്പനകൾ തന്നിട്ടില്ലേ? നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം? ഒരിക്കലും നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകരുത്, മറ്റുള്ളവരെ അന്യായമായിട്ട് ഉപദ്രവിക്കരുത്, മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മൾ ആഗ്രഹിക്കരുത്, ആരെയും ചതിക്കരുത്, കള്ളം പറയരുത്. അപ്പോൾ ഇതേപോലെ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഏത് ആപത്ഘട്ടത്തിൽ, ഏത് പ്രതിസന്ധിയിൽ നമ്മൾക്ക് തുണയായിട്ട് ഈശ്വരനുണ്ടാകും. പ്രിയ സ്നേഹിതരെ, ഒരിക്കൽ കൂടി ആ വചനം ഞാൻ പറയുന്നു: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ഒരിക്കൽ മാത്രമാണ് ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ പരാക്രമങ്ങൾ കാണിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നത്? നമ്മളുടെ മാത്രം ഉയർച്ച, ആ രീതിയിലുള്ള സ്വാർത്ഥ ചിന്തകൾ നമ്മൾക്ക് ഒഴിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ലളിതമായ ഒരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അതിന് ഉള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നാളെ നമുക്ക് കാണാം. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് മറക്കരുത്. വചനം പ്രഘോഷിക്കുക നമ്മുടെ ധർമ്മമാണ്. അതോടൊപ്പം തന്നെ ഈ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതും ഒരു സുവിശേഷ വേല തന്നെയാണ്. ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.